ആ ഒരു വീടിനുള്ളിൽ എന്തൊക്കെയോ അസാധാരണമായ രീതിയിൽ നടക്കുന്നുണ്ട് എന്നതിനെ പറ്റിയിട്ട് ആ ഒരു കുടുംബത്തിന് കൃത്യമായിട്ടുള്ള അറിവുകൾ ഉണ്ടായിരുന്നു. എങ്കിലും അവയൊക്കെ കേവലം തോന്നലുകൾ മാത്രമായിരിക്കാം എന്ന പേരിൽ അവർ ആ ഒരു കാര്യത്തെ തള്ളിക്കളയുകയാണ്. എന്നാൽ ഏതാനും ദിവസങ്ങൾ കഴിയെ ആ ഒരു വീടിനുള്ളിൽ അസാധാരണമായിട്ടുള്ള ഒരു സാന്നിധ്യം അവർക്ക് അനുഭവപ്പെടാനായിട്ട് ആരംഭിച്ചു. പിന്നീട് നടന്നിട്ടുണ്ടായിരുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് വളരെയധികം ഭയപ്പെടുത്തുന്നവയായിരുന്നു. പറഞ്ഞു വരുന്നത് ഇംഗ്ലണ്ടിനെ തന്നെ വിറപ്പിച്ച പോണ്ടഫ്രാക്റ്റ് എന്ന പട്ടണത്തിലെ ഒരു ചെറിയ വീടിനുള്ളിൽ നടന്ന ഒരു പാരാനോർമൽ കേസിനെ പറ്റിയിട്ടാണ്. ഞാൻ ക്ഷണിക്കുന്നു രഹസ്യങ്ങളുടെ മാന്ത്രിക ലോകത്തേക്ക്. വെൽക്കം ബാക്ക് ടു ദ സീക്രട്ട് ബുക്ക്. ചില കേസുകളുടെ ഹിസ്റ്ററീസ് പരിശോധിക്കുന്ന സമയത്ത് യാതൊരു വിധത്തിലുള്ള ഉത്തരവും നൽകാതെ അല്ലെങ്കിൽ ഒരു വിധത്തിലുള്ള മിസ്റ്ററീസും സോൾവ് ചെയ്യാതെ മൂടപ്പെട്ടതായിട്ടുള്ള കേസുകൾ നമ്മൾ ധാരാളം കണ്ടിട്ടുണ്ട് അല്ലേ. പോലീസ് റിപ്പോർട്ടുകളും ഫോട്ടോഗ്രാഫുകളും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ധാരാളം തെളിവുകൾ ലഭിച്ചിട്ടുണ്ടെങ്കിലും അവയൊന്നും യാതൊരുവിധ വിശദീകരണവും ഇല്ലാതെ അല്ലെങ്കിൽ തെളിയിക്കപ്പെടാൻ കഴിയാതെ പോയിട്ടുള്ള ധാരാളം കേസുകൾ. അത്തരത്തിൽ ഉള്ള കേസുകളെല്ലാം കോമൺ ആയിട്ട് കാണുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് എന്തെങ്കിലും സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള ഒരു പ്രസൻസ് ഇത്തരത്തിലുള്ള കേസുകളിലെല്ലാം മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും എന്നതാണ്. അത്തരം ഒരു കേസായിരുന്നു ഇംഗ്ലണ്ടിലെ പോണ്ടഫ്രാക്റ്റ് എന്ന് പറയുന്ന പട്ടണത്തിൽ താമസിച്ചിരുന്ന ഈ ഒരു കുടുംബത്തിൻ്റെത്. ഇംഗ്ലണ്ടിലെ പോണ്ടഫ്രാക്റ്റ് എന്ന ചെറിയ പട്ടണം 1966 ആ ഒരു പട്ടണത്തിലേക്ക് ഒരു ചെറിയ കുടുംബം താമസത്തിനായിട്ട് എത്തുകയാണ്. ജോ പ്രിച്ചാർഡ്, തൻ്റെ ഭാര്യയായിട്ടുള്ള ജീൻ എന്ന് പറയുന്ന സ്ത്രീയും അവരുടെ 2 മക്കളും, മൊത്തത്തിൽ 4 പേരടങ്ങുന്ന ഒരു ചെറിയ കുടുംബമായിരുന്നു അവരുടെ എന്ന് പറയുന്നത്. തുടക്കത്തിൽ യാതൊരു വിധത്തിലുള്ള അസാധാരണമായിട്ടുള്ള കാര്യങ്ങളും അവർക്ക് ആ വീട്ടിൽ നിന്ന് കണ്ടെത്താനായിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. വളരെയധികം സന്തോഷത്തോടു കൂടി തന്നെയായിരുന്നു അവർ ആ ഒരു വീട് സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത്. വളരെയധികം സമാധാനത്തോടു കൂടി ജീവിക്കാൻ പറ്റുന്ന ഒരു സാധാരണയായിട്ടുള്ള ഒരു ചെറിയ വീട് എന്ന നിലയിൽ വളരെയധികം സന്തോഷത്തോടു കൂടി അവർ 4 പേരും ചേർന്ന് ആ ഒരു വീട്ടിലേക്ക് താമസം മാറുകയാണ്. എന്നാൽ ആ ഒരു വീടിനുള്ളിൽ അവരെ കാത്തിരുന്നിട്ടുണ്ടായിരുന്നത് വളരെയധികം ഭീതിപ്പെടുത്തുന്ന അനുഭവങ്ങൾ തന്നെയായിരുന്നു. അവർ ആ ഒരു വീടിനുള്ളിലേക്ക് താമസം മാറി ആദ്യമുള്ള കുറച്ച് ദിവസങ്ങളെന്ന് പറയുന്നത് വളരെയധികം ഹാപ്പി ആയിട്ടും പീസ്ഫുൾ ആയിട്ടുമായിരുന്നു അവർ ജീവിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ദിവസങ്ങൾ മുന്നോട്ട് പോകും തോറും അസാധാരണമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ആ ഒരു വീടിനുള്ളിൽ സംഭവിക്കാനായിട്ട് ആരംഭിച്ചു. എല്ലാ ദിവസവും രാത്രിയിൽ മാത്രം കൃത്യമായിട്ടുള്ള ഒരേ സമയത്ത് വിചിത്രമായിട്ടുള്ള ഒരുപാട് ശബ്ദങ്ങൾ കേൾക്കാനായിട്ട് ആരംഭിക്കുന്നു. കാൽപ്പാടുകളുടെ ശബ്ദങ്ങളും അതോടൊപ്പം തന്നെ വാതിലുകൾ അടയുന്ന ശബ്ദവും അതോടൊപ്പം തന്നെ യാതൊരു വിധത്തിലുള്ള സാധനവും സൂക്ഷിച്ചിട്ടില്ലാത്ത ഒരു മുറിയിൽ നിന്ന് എന്തൊക്കെയോ താഴെ വീണ് ഉടയുന്നതായിട്ടുള്ള ശബ്ദവും, ഇങ്ങനെ ടോട്ടലി ഭയങ്കര വിചിത്രമായിട്ടുള്ള ശബ്ദങ്ങൾ ആ ഒരു വീടിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും കേൾക്കാനായിട്ട് ആരംഭിച്ചു. ജോയുടെ ഭാര്യയായിട്ടുള്ള ജീനാണ് ഈ ഒരു കാര്യം ആദ്യമായിട്ട് ശ്രദ്ധിക്കുന്നത്. ജോയോട് ഈ ഒരു കാര്യത്തെ പറ്റി പറഞ്ഞപ്പോൾ ആ ഒരു വീട് പഴയതാണ്, അതുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ താഴെ വീണുടയുന്നതായിട്ടൊക്കെ തോന്നുന്നതായിരിക്കാം എന്നൊക്കെയായിരുന്നു ജോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഓരോ ദിവസങ്ങൾ കഴിയും തോറും ഈ ഒരു ശബ്ദം എല്ലായിടത്തും നിന്ന് തന്നെ കേൾക്കാനായിട്ട് ആരംഭിച്ചു. ഇതോടുകൂടി ഇത് യാദൃശ്ചികമായി നടക്കുന്ന ഒരു കാര്യമല്ല എന്ന് അവർക്ക് മനസ്സിലാകാനായിട്ട് തുടങ്ങി. തങ്ങളുടെ മുറിക്കുള്ളിലെ വായു പെട്ടെന്ന് തന്നെ തണുക്കാനായിട്ട് ആരംഭിക്കുന്നു. പിന്നീട് ഒന്നും തന്നെ അവർക്ക് സംസാരിക്കാൻ കഴിയാത്ത ഒരവസ്ഥ, വളരെയധികം മുറിക്ക് ഭാരം കൂടിയതുപോലെ തോന്നുന്ന ഒരവസ്ഥ. ഇത് ഒരാൾക്ക് മാത്രം ഉണ്ടായിട്ടുണ്ടായിരുന്ന ഒരു അനുഭവമായിരുന്നില്ല. ആ ഒരു കുടുംബത്തിലുള്ള മക്കൾ ഉൾപ്പെടെ 4 പേർക്കും ഉണ്ടായിട്ടുണ്ടായിരുന്ന ഒരേപോലെ ഉണ്ടായ ഒരു അനുഭവം തന്നെയായിരുന്നു. ആ ഒരു വീട്ടിനുള്ളിൽ എന്തോ അവരെ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുന്നത് പോലെയുള്ള ഒരവസ്ഥ. അങ്ങനെ ഇരിക്കെ ഒരു രാത്രി ആ ഒരു വീടിനുള്ളിൽ നിന്ന് ഒരു ഗാംഭീര്യമുള്ള പുരുഷ ശബ്ദം കേൾക്കാനായിട്ട് ആരംഭിക്കുകയാണ്. എന്നാൽ വളരെയധികം നിലവിളി ശബ്ദത്തോടു കൂടിയൊന്നും ആയിരുന്നില്ല അത് കേട്ടിട്ടുണ്ടായിരുന്നത്. വളരെയധികം ശാന്തമായ രീതിയിലായിരുന്നു ആ ഒരു ശബ്ദം പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. വളരെയധികം അധികാര മനോഭാവത്തോടു കൂടി അത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഐ ആം ദി ബ്ലാക്ക് മോങ്ക് എന്നായിരുന്നു. താൻ 13-ാം നൂറ്റാണ്ടിൽ ജീവിച്ചുകൊണ്ടിരുന്ന ഒരു സന്യാസിയാണ് എന്നും ഈ ഒരു വീട് തൻ്റെ പേരിലുള്ളതാണ് അല്ലെങ്കിൽ തനിക്ക് അവകാശപ്പെട്ടതാണ് എന്ന രീതിയിലുമായിരുന്നു ആ ഒരു ശബ്ദം സംസാരിച്ചു കൊണ്ടിരുന്നത്. എന്നാൽ ഈ ഒരു ശബ്ദം കേവലം വീടിൻ്റെ ഏതെങ്കിലും ഒരു കോണിൽ നിന്നായിരുന്നില്ല കേട്ടിട്ടുണ്ടായിരുന്നത്, മറിച്ച് വീടിൻ്റെ 4 കോണുകളിൽ നിന്നും ഒരേപോലെയായിരുന്നു ഈ ഒരു ശബ്ദം കേട്ടിട്ടുണ്ടായിരുന്നത്.
ആ ഒരു വീടിനുള്ളിൽ തുടർച്ചയായിട്ട് ഇത്തരത്തിലുള്ള സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കാനായിട്ട് തുടങ്ങിയപ്പോൾ ആ ഒരു കുടുംബം പരിഭ്രാന്തിയിലാവുകയാണ്. എന്നാൽ കേവലം ശബ്ദങ്ങളിൽ മാത്രമായിരുന്നില്ല ആ ഒരു വീടിൻ്റെ ഭീകരത എന്ന് പറയുന്നത്. തങ്ങളുടെ മകളായിട്ടുള്ള ഡിയാൻ്റെ ശരീരത്തിൽ ചുമന്ന വിരൽപ്പാടുകൾ അവർക്ക് കണ്ടെത്താനായിട്ട് കഴിഞ്ഞു. കൂടാതെ തങ്ങളുടെ മകനായിട്ടുള്ള ഫിലിപ്പിനെ അദൃശ്യമായിട്ടുള്ള എന്തോ ഒരു ശക്തി തള്ളി വീഴ്ത്തുന്നതായിട്ടും അവർ കിടക്കുന്ന കിടക്ക തനിയെ ഉയരുന്നതായിട്ടും അവർക്ക് കാണാനായിട്ട് കഴിഞ്ഞു. ഇതേ തുടർന്ന് അവർ ആ ഒരു വീട് വിട്ടു പോകാനായിട്ട് തീരുമാനിക്കുകയാണ്. എന്നാൽ വീട് വിട്ടു പോയി എങ്കിലും അവർക്ക് ഈ ഒരു എക്സ്പീരിയൻസുകളൊന്നും അവസാനിച്ചിട്ടുണ്ടായിരുന്നില്ല. അവരെ എന്തോ ഫോളോ ചെയ്യുന്നത് പോലെ ഈ ഒരു സാന്നിധ്യം അവരുടെ കൂടെ പുറകെ പോകുന്നതായിട്ട് അവർക്ക് അനുഭവപ്പെട്ടു. പിന്നീട് അവർ ചെന്നിട്ടുണ്ടായിരുന്ന എല്ലാ സ്ഥലങ്ങളിലും തന്നെ ഈ ഒരു അനുഭവം അവരെ വേട്ടയാടിക്കൊണ്ടിരുന്നു. ഈ ഒരു സംഭവത്തെ തുടർന്നിട്ട് ആ ഒരു വീട്ടിലേക്ക് പോലീസുകാരും പത്രപ്രവർത്തകരുമൊക്കെ അന്വേഷണത്തിനായിട്ട് എത്തുകയാണ്. എന്നാൽ അവർക്കും ഒരുപാട് സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള എക്സ്പീരിയൻസുകളായിരുന്നു അവിടെ നിന്ന് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അവർക്ക് തൊട്ടു മുൻപിൽ ഉണ്ടായിരുന്ന കസേര സ്വയം നീങ്ങുന്നതായിട്ട് അവർക്ക് കാണാനായിട്ട് കഴിഞ്ഞു. കൂടാതെ ആ ഒരു വീട്ടിനുള്ളിലെ സ്റ്റെയർ കേസിന്റെ ഫോട്ടോ എടുക്കുന്ന സമയത്ത് ആ ഒരു ഫോട്ടോഗ്രാഫിൽ കറുത്ത വസ്ത്രം ധരിച്ചിട്ടുള്ള ഒരു മനുഷ്യരൂപത്തെയും അവർക്ക് കാണാനായിട്ട് കഴിഞ്ഞു. എന്നാൽ ആ ഒരു സ്റ്റെയർ കേസിൽ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. ആ ഒരു രൂപത്തെ ഒരു ഗോസ്റ്റ് ആണ് എന്ന് പ്രൂവ് ചെയ്യാനായിട്ട് അവർക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഈ ഒരു കാരണം കൊണ്ട് തന്നെ ഈ ഒരു കേസ് ഒരു അൺസോൾവ്ഡ് മിസ്റ്ററി എന്ന പേരിൽ ഫയൽ ചെയ്യപ്പെടുകയാണ്. കാലങ്ങൾ കഴിഞ്ഞെങ്കിലും ഇംഗ്ലണ്ടിലെ പോണ്ടഫ്രാക്ട് എന്ന പട്ടണത്തിലെ ഈ ഒരു വീടിന് പരിസര പ്രദേശങ്ങളിൽ താമസിക്കാൻ പോലും ഇന്നും ആളുകൾ ധൈര്യപ്പെടാറില്ല. വളരെയധികം സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള ഒരു കേസായിട്ടാണ് ഇന്നും ഈ ഒരു കേസിനെ ലോകമൊട്ടാകെ അറിയപ്പെടുന്നത്. എന്താണ് ഇതിൻ്റെ യാഥാർത്ഥ്യമെന്ന് ഇന്നും ആർക്കും തന്നെ കണ്ടെത്താനായിട്ട് കഴിഞ്ഞിട്ടില്ല. എന്തെങ്കിലും സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള സാന്നിധ്യമായിരിക്കുമോ, അതോ കേവലം മനസ്സിൻ്റെ ചിന്തകൾ മാത്രമാണോ എന്ന യാഥാർത്ഥ്യം ഇന്നും വലിയൊരു ചോദ്യ ചിഹ്നമായിട്ട് തന്നെ അവസാനിക്കുകയാണ്. എന്തായാലും ഇന്നും ഇത്രയും അധികം രേഖകളുള്ള ഒരു കേസ് തെളിയിക്കപ്പെടാതെ ഇരിക്കുന്നു എന്ന് തന്നെയാണ് ഈ ഒരു കേസിൻ്റെ ഏറ്റവും വലിയ ഭീതി എന്ന് പറയുന്നത്. മറ്റൊരു വീഡിയോയുമായി see you on the next chapter. Until then, it's me Jaswin from Secret Book signing off.